എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്താ പരിപാടി അറിയോ? മത്തനും മാങ്ങയും കൂടി ഒരു കറി വയ്ക്കുക കേട്ടോ. മാങ്ങ ഇട്ടിട്ടാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ മത്തൻ ചെറിയ കുഞ്ഞു കുഞ്ഞു കഷ്ണാക്കിയിട്ട് നുറുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് ഒരു മാങ്ങ കഷ്ണം കൂടി ഇട്ട് കൊടുക്കാം. മോരൊഴിച്ച് മത്തൻ കറി വയ്ക്കാറുണ്ട്, പുളി ഒഴിച്ച് വയ്ക്കാറുണ്ട്. അപ്പം ഇന്നിപ്പോൾ മാങ്ങ ഇട്ടിട്ടാണ് വയ്ക്കുന്നത്. വെറുതെ മത്തൻ താളിക്കാറുണ്ട്, മുളക് ചീന്തിയിട്ടിട്ട് അങ്ങനെ വയ്ക്കും. മത്തനെ കൊണ്ട് പരിപ്പിട്ട് വയ്ക്കും, എരിശ്ശേരി പോലെ. മമ്പയറിട്ട് വയ്ക്കും, ഓലനാക്കി വയ്ക്കും. അപ്പോൾ നമുക്കൊന്ന് മാങ്ങ ഇട്ടിട്ടാണ് വയ്ക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് മത്തൻ്റെ ഒപ്പം തന്നെ ഈ മാങ്ങ ഇട്ട് കൊടുക്കണേ. പിന്നെ മത്തന് വലിയ വേവില്ല, അപ്പോൾ അതുകൊണ്ട് മാങ്ങ വെന്ത് കിട്ടണമെങ്കിൽ നമ്മളതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കണം. നമുക്ക് ഒരിക്കലും വെള്ളം വെച്ച് കൊടുക്കാം. നമുക്ക് തേങ്ങ അരച്ച് കൂട്ടുമ്പോൾ പാകത്തിന് വെള്ളം കൂട്ടും. അപ്പോൾ അതിൻ്റെ ഒപ്പം വെള്ളം മതി കേട്ടോ. ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ അതിലേക്ക് 2 പച്ചമുളക് കീറിയിട്ട് കൊടുക്കട്ടെ. പച്ചമുളക് അതുകൊണ്ട് 2 മതി. എരിവില്ലാത്തതാണെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുത്തോണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ 2 കരിവേപ്പിൻ്റെ ഇല. ഇത് വെന്ത് വരട്ടെ. നല്ലൊരു മണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം വെന്ത് തുടങ്ങിയിട്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് അരപ്പുണ്ടാക്കണം. പക്ഷെ തേങ്ങ എടുക്കട്ടെ. അപ്പോൾ അതിലേക്ക് തേങ്ങ ഞാൻ പൂണ്ടെടുത്തിക്കുക കേട്ടോ. കൈ കൊണ്ട് ചിരകാൻ വയ്യാഞ്ഞിട്ട് പൂണ്ടെടുത്തതാണ്. ഒരമുറിൻ്റെ 2 പൂള് ബാക്കിയാക്കിയിട്ടുള്ള അത്രയും തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൽ ജീരകം കൂട്ടി ഒന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ മത്തങ്കായ. ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കും. മത്തന് മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് ഉടയണ്ട, പുളിങ്കറി പോലെയാണിത്. അതുകൊണ്ട് വല്ലാതെ ഉടയണ ടേസ്റ്റ് കുറയാവും കേട്ടോ. നമുക്ക് തേങ്ങ ഒഴിക്കാം. ഇതൊന്ന് ചൂടായാൽ മതി, അരഞ്ഞ് പൊങ്ങണ്ട. നല്ല പതച്ച് പൊങ്ങി വരണ്ട കേട്ടോ. ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. കറിയൊക്കെ അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച് എല്ലാവരും ഒഴിച്ചുകൊണ്ട് കേട്ടോ. സിമ്പിളായൊരു കറിയാണ്, നല്ല ടേസ്റ്റാട്ടോ. എൻ്റെ കരിവേപ്പിൻ്റെ ഇല ഇങ്ങനെയും കൂടി ഇട്ട് കൊടുക്കാം. ഇത്ര മതി. ഇതുണ്ടോ, ചെറുതായിട്ട് പതഞ്ഞ് വന്നിട്ട് ഈയൊക്കെ പാകമാകുമ്പോൾ നമുക്കിത് ഓഫാക്കാം കേട്ടോ. അത് വാങ്ങി വെച്ചു. നമുക്കിത് വറവിടണം. ചൂടായി വരട്ടെ.
വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നുള്ളി കടുക് ഇട്ടെടുത്തു. കുറച്ച് ഉലുവ ഇട്ടെടുത്തു. ഒക്കെ കറിക്ക് അനുസരിച്ച് പാകത്തിന് ഇട്ടുകൊണ്ട് ഇത്ര ഇട്ടിട്ടാണ് ഞാനത് വറക്കണമെന്നാട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. കരിവേപ്പിൻ്റെ വറ്റൽമുളകും കൂടി ഇട്ടു. കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു. അത് മതി. ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നോക്കൂ, നമ്മുടെ മത്തൻ കറി സൂപ്പറായില്ലേ. ഇത് അടച്ച് വെക്കട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ചെറിയ കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അടിപൊളി ടേസ്റ്റാട്ടോ മാങ്ങയിട്ട മത്തൻ കറി. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് കേട്ടോ. പുതിയതായിട്ട് കാണുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ കുട്ടികളെ.